കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2022 എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കറുത്ത വജ്രം ഏതാണ്? 32 ലക്ഷം പൗണ്ടിനാണ് അത് വിറ്റത് കേട്ടോ, 32 ലക്ഷം പൗണ്ടിന്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കറുത്ത വജ്രം ഏതാണ്? ദി എനിഗ്മ എന്നതാണ് അതിൻ്റെ പേര്. എനിഗ്മയാണ് അതിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും വലിയ കറുത്ത വജ്രം എന്ന് പറയുന്നത്. അടുത്തത്, മലയാളം മിഷൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായ കവി. ഡയറക്ടർ എന്നിട്ട് മിസ്സായതാണ്, ഡയറക്ടർ. മലയാളം മിഷൻ ഡയറക്ടറായിട്ട് നിയമിതനായ കവി ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ് ഡയറക്ടറായിട്ട് നിയമിതനായ കവി. അടുത്ത ചോദ്യം വരട്ടെ. എത്ര കോടിക്കാണ് ടാറ്റ എയർ ഇന്ത്യയെ വാങ്ങിയത്? എത്ര കോടിക്കാണ്? 18,000 കോടിയാണ് കേട്ടോ. 18,000 കോടിക്കാണ് വാങ്ങിയത്. UGC ചെയർമാനായിട്ട് ഫെബ്രുവരിയിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആളാരാണ്? എം ജഗദീഷ് കുമാറാണ്. ജഗദീഷ് കുമാർ. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. UGC എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. UGC ചെയർമാൻ എം ജഗദീഷ് കുമാർ. അത് കഴിഞ്ഞു, അതെടുക്കട്ടെ. ഈസ്റ്റേൺ ബ്രിഡ്ജ് 6 എയർ എക്സസൈസാണ്, വ്യോമയാന എക്സസൈസാണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലായിരുന്നു? ഒമാനുമായിട്ടായിരുന്നു ഈസ്റ്റേൺ ബ്രിഡ്ജ് 6. അടുത്തത്, 2022 ഫെബ്രുവരി മതപരമായ വസ്ത്രധാരണം താൽക്കാലികമായിട്ട് നിരോധിച്ച സംസ്ഥാനം. ഹെഡ് സ്കാർഫ് അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹിന്ദു റിവ്യൂ എപ്പോഴും പറയാറുണ്ട്. ഈ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നത്, അതായത് 2 അംഗ ബെഞ്ചായിരുന്നു ഇത്, 2 ജഡ്ജസുള്ള ബെഞ്ചായിരുന്നു. അപ്പം അവർക്കത് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം 2 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കാരണം അത് വിശാലമായൊരു ബെഞ്ചിന് ഈ പറഞ്ഞ കാര്യം സുപ്രീം കോടതി കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മതപരമായ വസ്ത്രധാരണം താൽക്കാലികമായി നിരോധിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ആ ചോദ്യം കഴിഞ്ഞു, അടുക്കട്ടെ. അടുത്തത്, സ്മാഷ് 2000+ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ. പെഗാസസ് എന്ന് പറഞ്ഞൊരു സ്പൈ സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ്? അതിൻ്റെ പ്രസൻസ് എവിടെയുണ്ടായിരുന്നു? ഇസ്രായേലിൻ്റെ ആയിരുന്നു ഈ പെഗാസസ് എന്ന് പറഞ്ഞത്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് കേട്ടോ. അതൊരു നമുക്ക് തന്നൊരു സാധനമായിരുന്നില്ല. പെഗാസസ് എന്ന് പറഞ്ഞ ഒരു ചാര സോഫ്റ്റ്വെയർ ആണത്. അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണ് കേട്ടോ, ഇസ്രായേൽ. അടുത്തത്, എ ലിറ്റിൽ ബുക്ക് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റിംഗ് 75 years ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരാണ് രചിച്ചത്? റസ്കിൻ ബോണ്ടിൻ്റെയാണ് ഈ പുസ്തകം. എ ലിറ്റിൽ ബുക്ക് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റിംഗ് 75 years ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം. അടുത്തത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓൺലൈൻ വെബ് റേഡിയോ ഹലോ വോട്ടേഴ്സ്. ഏതാണ്? ഹലോ വോട്ടേഴ്സ്. ഓർത്ത് നോക്കണേ, ഹലോ വോട്ടേഴ്സ്. സോണി പിക്ചേഴ്സ് സിനിമാ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി ഏതാണ്? മിന്നൽ മുരളിയാണോ? അല്ല, സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ അത് എഴുതരുത്, ശക്തിമാനാണ്. സോണി പിക്ചേഴ്സ് കേട്ടോ, സോണി പിക്ചേഴ്സ് അല്ല മിന്നൽ മുരളി, ഓർത്ത് നോക്കണം. ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021 ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് ദ കെയർ ഗ്യാപ്പ് എന്നത് ഏത് ദിനത്തിൻ്റെ പ്രമേയമാണ്? ക്ലോസിംഗ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്ന തീം ഏത് ദിവസവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലോസിംഗ് ദി കെയർ ഗ്യാപ്പ് എന്നത്. അപ്പോൾ ഒരു തവണ കൂടി എല്ലാം റിവൈസ് ചെയ്യാം. ക്ലോസിംഗ് ദ കെയർ ഗ്യാപ്പ്, ക്യാൻസർ ഡേ. ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021 സ്മൃതി മന്ദാന. സോണി പിക്ചേഴ്സ് സിനിമാ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി ശക്തിമാൻ. അടുത്തത് ഏതായിരുന്നു? ഒരു സെക്കൻഡ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഓൺലൈൻ വെബ് റേഡിയോ ഏതാണ്? ഹലോ വോട്ടേഴ്സ് അല്ലേ, ഹലോ വോട്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് എ ലിറ്റിൽ ബുക്ക് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റിംഗ് 75 years ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം റസ്കിൻ ബോണ്ടിൻ്റെ. സ്മാഷ് 2000+ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇസ്രായേലിൽ നിന്നാണ്.
2022 ഫെബ്രുവരിയിൽ മതപരമായ വസ്ത്രധാരണം താൽക്കാലികമായിട്ട് നിരോധിച്ച സംസ്ഥാനം കർണാടകയാണ്. എയർ എക്സൈസ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 6 എയർ എക്സൈസ് ആണ്. ഏത് രാജ്യമാണ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഒമാനാണ്. UGCൻ്റെ ചെയർമാൻ M ജഗദീഷ് കുമാറാണ്. അതുപോലെ എത്ര കോടിക്കാണ് ടാറ്റ എയർ ഇന്ത്യ വാങ്ങിയതെന്ന് ചോദിച്ചാൽ 18,000 കോടിയാണ്. മലയാളം മിഷൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് മുരുകൻ കാട്ടാക്കടയാണ്. ഇത് പറയാൻ വിട്ടു കേട്ടോ. 2021 മികച്ച മുനിസിപ്പാലിറ്റി അവാർഡ് ഇത് വിട്ടുപോയതാണേ. സുൽത്താൻ ബത്തേരിയാണ്. ഇത് സുൽത്താൻ ബത്തേരിയാണ്. കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് അത് വിട്ടുപോയതാണ്. മികച്ച മുനിസിപ്പാലിറ്റി സുൽത്താൻ ബത്തേരി, കോർപ്പറേഷൻ കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും വലിയ കറുത്ത വജ്രം ഏതാണ്? എനിഗ്മ. അപ്പോൾ ഫെബ്രുവരി 2022 കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.